പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സായം സന്ധ്യയിൽ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലുമായി സുവിശേഷ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ഗ്രൂപ്പിൽ നിന്നും സുവിശേഷം കേൾക്കുകയും ഇത് കൈക്കൊള്ളുകയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഈ ചാനലിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഞങ്ങളുടെ അഗൈതവുമായ നന്ദി ഈ സമയം അറിയിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ സന്ധ്യാ സമയത്തും ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ദമാസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനങ്ങളെയും ക്രിസ്തു മാർഗത്തെ അനുഗമിക്കുകയും ചെയ്യുന്നവരെയും അപ്പോസ്തലന്മാരെയും ഉപദ്രവിക്കുവാനും ബന്ധിക്കുവാനും അവരെ ചാട്ടവാറക്കിന് അടിക്കുവാനും ബന്ധനസ്ഥനാക്കുവാനും കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും ഒക്കെയും അധികാരികളിൽ നിന്ന് കത്ത് വാങ്ങി ഉള്ള യാത്രയിൽ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് സാക്ഷാൽ യേശുക്രിസ്തുവിനെ വെളിപ്പാടിനാൽ തിരിച്ചറിയുന്ന അതിന് ശേഷമുള്ള പൗലോസിന്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ക്രിസ്തുവിന്റെ സ്വാധീനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്, അത് തന്റെ മരണം വരെയും നിലനിന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സമയത്ത് ചിന്തയ്ക്കായി ഞാൻ അതൊന്ന് വായിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ശരണപ്പെടുകയാണ്. വളരെ ചെറിയൊരു സന്ദേശമാണ് ഈ സമയം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ളത്. അതിനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഒരു കുറിവാക്യമായി ഞാൻ വായിച്ചിട്ട് അല്പം ചില സംഗതികൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 10-ാമത്തെ വാക്യം: അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2 വാക്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് സംസാരിക്കുവാനുള്ള സമയം പോരാ, ഞാൻ അതിനായി മുതിരുന്നുമില്ല. എങ്കിലും ഇതിൽ ഒരു കാര്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും മുന്നോട്ടുള്ള വിശ്വാസ ജീവിതത്തിന്റെ പ്രയാണത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം പുനരുദ്ധാനത്തിന്റെ ശക്തി ആസ്വദിച്ചറിയുക, അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. ഒരു കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലോ വായിച്ചതിന്റെ അടിസ്ഥാനത്തിലോ നമുക്കാർക്കും പുനരുദ്ധാനത്തിന്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയില്ല. അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. അത് വ്യക്തിപരമായി ക്രിസ്തുവിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും അനുഭവിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് കേവലം പൗലോസിന് മാത്രമുള്ള ഒരു അനുഭവമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, നമ്മേക്കാൾ അധികമായി പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ആളുകൾക്ക് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയും യേശുക്രിസ്തുവിനെയും തിരിച്ചറിയേണ്ടതിന്, അതും വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയേണ്ടതിന് വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശേഷപ്പെട്ട പാത്രമായിരുന്നു സൗൾ എന്ന തർശീസുകാരനായ ഈ മനുഷ്യൻ. ഇദ്ദേഹം ദൈവത്താൽ ലോകസ്ഥാപനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. സുവിശേഷത്തിനും യേശുക്രിസ്തുവിനും ക്രിസ്തു മാർഗത്തിനും എതിരായി വളരെ പോരാട്ടം കഴിച്ച് യഹൂദന്മാരുടെ കയ്യടി നേടിയിരുന്ന സൗൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ
ഇത്രയും വലിയൊരു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു ഒരു എൻകൗണ്ടർ എന്ന് പറയാൻ കഴിയും വിധം ഒരു നേരിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടയാക്കിയത്. അതിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 3 അധ്യായങ്ങളിൽ തന്റെ സാക്ഷ്യം വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. ഫെസ്തോസിന്റെ മുമ്പിലും അതുപോലെ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിലും അതുപോലെ ജാതികളുടെ ഒക്കെയും അടുക്കൽ അപ്പോസ്തലപ്രവൃത്തി 9-ലും 16-ലും 26-ലും തൻ്റെ ക്രിസ്തു അനുഭവത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. എങ്ങനെയാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു ആഴമായ ഒരു ബന്ധത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് താൻ കടന്നു വരാൻ ഇടയായത് എന്ന് ചോദിച്ചാൽ നമുക്ക് പൊടുന്നനവേ പറയാൻ കഴിയുന്നൊരു ഉത്തരം, എത്രമാത്രം ക്രിസ്തു വിരോധിയായിരുന്നോ താൻ, പിൽക്കാലത്ത് അത്രമാത്രം ക്രിസ്തുവിൻ്റെ ക്രിസ്തു അനുകാരിയായി തീർന്നു എന്ന് പറയാൻ കഴിയും. തൻ്റെ തന്നെ ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരി ആയിരിക്കുവിൻ എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു മാതൃക നാം പൗലോസിനെ അനുകരിക്കുക എന്നുള്ളതാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലൂടെ ആണ് നാം ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും ദൈവം മനുഷ്യവർഗത്തോട് കാണിച്ച സ്നേഹത്തിൻ്റെ അതിശയകരമായ ആഴത്തെയും നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ താൻ അനുഭവിച്ച് അറിഞ്ഞതിന് ശേഷം താൻ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അവൻ്റെ മരണത്തോട് അനുരൂപമായി തീരണം. നമുക്കാർക്കും ക്രൂശിലെ യേശുവിൻ്റെ മരണത്തോട് അനുരൂപമായ ഒരു മരണത്തിനെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എന്തിനൊരു സാധാരണ മരണം പോലും നമ്മിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രൂപാന്തരം വചനം പറയുന്നെങ്കിൽ എനിക്ക് അത് മതി, മരണവേദന എനിക്ക് വേണ്ട എന്നുള്ളൊരു മനോഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ യേശു ക്രിസ്തുവുമായി തൻ്റെ പഴയ നിയമബന്ധത്തിൽ താൻ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു പോന്നിരുന്ന ആ യഹോവ, അവനെക്കുറിച്ചുള്ള ആ തീഷ്ണത കൊണ്ട് ആണ്, ഈ യഹോവയെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ടാണ് പൗലോസ് സഭയെ ഉപദ്രവിച്ചു വന്നത് എന്ന് പൗലോസ് തൻ്റെ സാക്ഷ്യത്തിൽ 3 സ്ഥലത്തും തീഷ്ണത കൊണ്ട് സഭയെ ഉപദ്രവിച്ചവൻ എന്ന് പറയുന്നുണ്ട്. അപ്പം തനിക്ക് ദൈവമായ യഹോവയോട്, അല്ലെങ്കിൽ ഏകദൈവമായ ഇസ്രായേൽ ആരാധിച്ചു വരുന്ന യഹോവയെ കുറിച്ചുള്ള തീഷ്ണത ഒന്നുകൊണ്ട് മാത്രമാണ് താൻ യേശുക്രിസ്തു എന്നൊരു മനുഷ്യനെ, ദൈവമായി ആരാധിക്കുന്നവരെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചാട്ടവാറിന് അടിക്കുകയും കാരാഗ്രഹത്തിൽ ഏൽപ്പിക്കുകയും വിചാരണയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാൻ മുതിർന്നത്. അപ്പോൾ അത് ക്രിസ്ത്യാനികളുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, ശരിയായ ഉൾക്കാഴ്ച ലഭിക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച് മുടിക്കുവാനുള്ള തൻ്റെ യാത്രാ മധ്യേ ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് താൻ ഉപദ്രവിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ക്രിസ്തുവാണ്, ആ ക്രിസ്തു താൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാവിൽ നിന്നുള്ള ശബ്ദം സൂര്യനെ വെല്ലുന്ന ഒരു തേജസ്സിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ തൻ്റെ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് താൻ വർഷങ്ങളായി സമ്പാദിച്ച വിദ്യാഭ്യാസവും യഹൂദ മതത്തിലും അതിൻ്റെ ആചാരങ്ങളിലും താൻ സേവിക്കുന്ന യഹോവയായ ദൈവത്തിലുമുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് നയിച്ചപ്പോൾ അവന് മനസ്സിലായി, പഴയ നിയമത്തിൽ താനും പിതാക്കന്മാരും ആരാധിച്ചു വരുന്ന യഹോവ തന്നെയാണ് ദമാസ്കസിന്റെ പടിവാതിക്കൽ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് സംസാരിച്ചപ്പോൾ അവന്റെ ജീവിതം ആ സകലം തകിടം മറിഞ്ഞു. അന്നുവരെയും താൻ ധരിച്ചു വെച്ചിരുന്ന വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും തൻ്റെ യഹൂദ മതത്തിലുള്ള തൻ്റെ അറിവും പാണ്ഡിത്യവും അതിലെല്ലാം ഉപരി താൻ അതിൽ അഭിരമിച്ചിരുന്ന സന്തോഷവും പ്രത്യാശയും എല്ലാം വെറും ചപ്പ് അല്ലെങ്കിൽ ചവറ് എന്ന് എണ്ണുവാൻ കഴിയും വിധം അത്രമാത്രം ശക്തിയേറിയ ഒരു ദൈവാനുഭവത്തിലേക്ക്, ഒരു നേരിട്ടുള്ള ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. അങ്ങനെ നേരിട്ട് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലൂടെ തനിക്ക് യേശുക്രിസ്തു മുഖാന്തരം ലഭിച്ച പഴയ നിയമത്തിനോ ന്യായപ്രമാണത്തിനോ പ്രവാചക വചനങ്ങളിൽ അടങ്ങിയിരുന്ന തിരുവെഴുത്തുകൾക്കോ നൽകാൻ കഴിയാതിരുന്ന സമാധാനവും
ദൈവ സാമീപ്യവും സാന്നിധ്യവും തനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് അതിന് കാരണക്കാരനായി തീർന്നത് ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തു എന്ന ദൈവം മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും വേണ്ടി, പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി സഹിച്ച പാടുപീടകളും കഷ്ടതകളുടെയും ആഴത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്രകാരം ചില വാക്യങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തിന് പ്രചോദനമായി തീർന്നത്. പരിശുദ്ധാത്മാവിൽ അദ്ദേഹം എഴുതിയതാണ്: യേശുക്രിസ്തുവിന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം, എനിക്ക് അതുമായി തിരിച്ചറിയപ്പെടണം. അതുമാത്രമല്ല, അങ്ങനെ അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അറിയണം. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി കഷ്ടതകളെ, ഭാരത്തെ, പാപത്തെ, പരിശോധനകളെ, ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിക്ക് മാത്രമാണ്. ഇന്നും അനേക ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. അതവന്റെ പുനരുദ്ധാനത്തിലൂടെയാണ് അവൻ വെളിപ്പെടുത്തിയത്. മരണമെന്ന അവസാനത്തെ ശത്രുവിനെയും തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മരണപാശങ്ങൾക്കോ റോമൻ എംപററിന്റെ ചക്രവർത്തിയുടെ മുദ്രയ്ക്കോ അരിമത്തിയ ജോസഫിന്റെ കല്ലറയ്ക്കോ കല്ലറ മൂടിയ ഉരുട്ടി വെച്ച കല്ലിനോ ഒന്നും തടഞ്ഞു വയ്ക്കാൻ കഴിയാത്ത പുനരുദ്ധാനത്തിന്റെ ശക്തി കൊണ്ട് സ്വയം തുറക്കപ്പെട്ട കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയ മെസ്സിഹ, ആ മെസ്സിഹായിലുള്ള വിശ്വാസം ഏതൊരു മനുഷ്യനെയും, ഏത് പ്രതിസന്ധിയെയും, ഏത് പ്രതികൂലങ്ങളെയും, ഏത് ശാപത്തെയും, ഏത് സാത്താന്റെ പോരുകളെയും പോരാട്ടങ്ങളെയും തകർക്കുവാൻ കഴിവുള്ളതാണ് എന്നുള്ളത് ക്രിസ്തു അനുഭവത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ അപ്പോസ്തലൻ പറയുകയാണ്: എനിക്കും അത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നു പോകണം. ഏതെങ്കിലും ഒരു വിധത്തിലൊരു മരണം കൊണ്ട് താൻ തൃപ്തനല്ല, മറിച്ച് എനിക്ക് അവന്റെ കഷ്ട അനുഭവങ്ങളുടെ ഒരു കൂട്ടായ്മ അനുഭവിച്ചറിയണം. യേശുക്രിസ്തുവിൽ അനുഭവിച്ച കഷ്ടതയുടെ ഒരളവ് തനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇതൊന്നും കൂടാതെ നമുക്ക് യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിലൂടെ ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാതെ തന്നെ ഈ രക്ഷ നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരിക്കെ അത്തരമൊരു രക്ഷയിലേക്ക് കടന്നു വന്നിട്ട് താൻ പറയുകയാണ്: എനിക്കും ഈ മരണത്തിനോട് അനുരൂപമായ, ഓൾമോസ്റ്റ് റിസംബ്ലിംഗ് ആയിട്ടുള്ള ഒരു മരണം വരിക്കണം. അതുമാത്രമല്ല, അവൻ അനുഭവിച്ച കഷ്ടതയുടെ ഒരു പങ്ക് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു കഷ്ടത എനിക്ക് അനുഭവിക്കണം എന്ന് പറയാൻ കഴിയുമെങ്കിൽ എത്രമാത്രം യേശുക്രിസ്തു എന്ന ദൈവം ഈ ഭൂമിയിൽ വെളിപ്പെട്ട ആ വ്യക്തിത്വം അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ തീഷ്ണത തന്നെ എത്രമാത്രം ആഴത്തിൽ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യന് ജയിക്കാൻ, ഈ ലോകത്തെ ജയിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ: യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവം ഒരുക്കി തന്ന പാപത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, തിന്മയുടെ മേൽ ഉള്ള അധികാരം, ആ ശക്തി, അത് യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. ആ ശക്തി നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ എനിക്ക് വേണ്ടി കാൽവരിയിൽ എൻ്റെ പാപങ്ങൾക്ക് ഞാൻ വഹിക്കേണ്ടുന്ന ശിക്ഷ, ഞാൻ മരിക്കേണ്ടുന്ന മരണം, എൻ്റെ പ്രാണന്റെ ഉടയവനായ എൻ്റെ സൃഷ്ടികർത്താവായ ദൈവം മരിക്കേണ്ടതിന് എടുത്തു വന്ന ഒരു ശരീരത്തിൽ കഷ്ടാനുഭവങ്ങൾ സഹിച്ച് ഞാൻ വഹിക്കേണ്ട ശിക്ഷയും ഞാൻ ഏൽക്കേണ്ടുന്ന ശിക്ഷാവിധിയും ഏറ്റുകൊണ്ട് എൻ്റെ മരണം അവൻ വഹിച്ചു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവിടെ ഇങ്ങനെയാണ്: പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. എന്തുകൊണ്ട്? നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. പാപത്തിന്റെ ലെവലേശം തൊട്ടു തീണ്ടാത്തവൻ, പാപം കൂടാതെ ജനിച്ചവൻ, ആ ശരീരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ശാപമായി തീർന്നു. അങ്ങനെ ആ ശാപം താൻ വഹിച്ചു നിമിത്തം തന്നിലുള്ള ദൈവം, ജഡരൂപമെടുത്തു വന്ന ദൈവം, ജഡത്തിൽ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളിൽ സാധിച്ച ആ രക്ഷ അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറയാണ്: എനിക്കും ഇതിന് സമാനമായ കഷ്ടാനുഭവങ്ങളിൽ ഒരു കൂട്ടായ്മ വേണം. അതുപോലെ തന്നെ എനിക്ക് അതേ ഒരു പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയണം. അങ്ങനെ അതിനുവേണ്ടി ഞാൻ വല്ല വിധേനയും മരിച്ചവരുടെ പുനരുദ്ധാനം പ്രാപിക്കണം. ഏതെങ്കിലും വിധത്തിൽ കഷ്ടാനുഭവങ്ങളിലൂടെ ഒരു മരിച്ചവരുടെ നിന്നൊരു പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണത്തിലുള്ള തൻ്റെ സ്വന്തം നീതി, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ള പേരിൽ
താൻ അറിയപ്പെട്ടിരുന്നതിൻ്റെ, തൻ്റെ പേര്, പെരുമ, തൻ്റെ നിരവധി പൗരത്വങ്ങൾ, അന്ന് അക്കാലത്ത് ഏറ്റവും വിലയേറിയതായിരുന്ന റോമൻ പൗരത്വം, ഇങ്ങനെ നിരവധി അനവധി പദവികൾ എല്ലാം ഷവറായി, വേസ്റ്റായി എണ്ണുവാൻ പൗലോസിന് സാധിപ്പിച്ചത് യേശുക്രിസ്തുവുമായിട്ടുള്ള നേരിട്ടുള്ളൊരു ഇടപെടലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കും സുവിശേഷം നൽകുന്ന വെളിച്ചം, സുവിശേഷത്തിന്റെ ശക്തിക്ക് നമുക്കൊരു വലിയ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയല്ല, അല്ലെങ്കിൽ അത് അനുഭവിക്കുക എന്നുള്ളതല്ല. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയുമായ തീച്ചൂളകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ നമുക്ക് വേണ്ടിയുള്ള പ്രാണത്യാഗത്തെ നാം അനുസ്മരിക്കുമെങ്കിൽ, പാപത്തിന്റെ ശോധനകളെ ഭീമമായി നമ്മുടെ ജീവിതത്തിലേക്ക് തള്ളിക്കയറി വരുമ്പോൾ, പ്രലോഭനങ്ങളെ കുത്തൊഴുക്കൾ വരുമ്പോൾ, പദവികൾ നമ്മെ മാടി വിളിക്കുമ്പോൾ, അന്യായ മാർഗത്തിലുള്ള സമ്പാദ്യങ്ങൾ നമ്മെ തേടി വരുമ്പോൾ, അവയ്ക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുവാനും ക്രിസ്തു മാർഗെ സഞ്ചരിക്കുവാനും നമുക്ക് ഇതേ പുനരുദ്ധാനത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തേണ്ടതുണ്ട്. അതിന് നമുക്ക് ശരിയായ ബൈബിൾ ധ്യാനം ആവശ്യമുണ്ട്, വചനധ്യാനം ആവശ്യമുണ്ട്, സഭകളിലെ കൂട്ടായ്മ ആവശ്യമുണ്ട്, അതുപോലെ വളരെ വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു കഷ്ടതയുടെ കൂട്ടായ്മയും യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയും തനിക്ക് ആസ്വദിച്ചറിയാൻ പൗലോസ് ബന്ധപ്പെട്ടു, ആഗ്രഹിച്ചു എന്നുള്ളത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയം ഞാൻ ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, സ്വർലോകം വിട്ടിറങ്ങി വന്ന ഏക സത്യദൈവമായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവൻ കാൽവരി പോകിയത്. എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ നിന്ദിതനും പീഡിതനും പരിഹാസ വിഷയമായി തീർന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവൻ മുറിവേറ്റത്. എനിക്കും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ തൻ്റെ നിർമ്മല ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു മരിച്ചത്. എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെ വീണ്ടും ജനിച്ച് ക്രിസ്തു മാർഗത്തിൽ ജീവിക്കുന്ന നമ്മെ ചേർക്കുവാൻ അവൻ തേജസ്സിൽ മധ്യാകാശം വെളിപ്പെടുകയും, അങ്ങനെ അവനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ അവൻ്റെ രഹസ്യവരവെങ്കിൽ അവനോടൊപ്പം ചേർത്തുകൊള്ളുകയും ചെയ്യും. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, നമ്മുടെ പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ ആഴപ്പെട്ട് ശരിയായ ക്രിസ്തു മാർഗത്തിൽ ജീവിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പറുദീസ നേടുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.